നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ ആരെയും കൊന്നിട്ടില്ലാന്ന് പറഞ്ഞില്ലേ? താൻ കൊന്നിട്ടില്ലെങ്കിൽ വേറെ ആരോ കൊന്നു. ചുമ്മാ കൊന്നു പറഞ്ഞാ മതിയോ? കൊന്നെങ്കിൽ അവന്റെ ഓടി കിട്ടണ്ടേ? കൊന്നവൻ അത് വിദഗ്ധമായിട്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിലോ? നിങ്ങൾ എന്തിനാ മനുഷ്യ ചുമ്മാ ഓരോന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ പേടിപ്പിക്കുന്നു? അവനെന്റെ നാട് വിട്ടു പോയതായിക്കൂടെ? എടോ, ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവൻ നാട് വിട്ടു പോകുന്നത് തനിക്ക് തോന്നുന്നുണ്ടോ? എങ്ങനത്തെ ഒരു അവസ്ഥയില്? എടോ, ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണ് കൂടെ ഉള്ളപ്പോ എന്റെ അച്ചായ അവന്റെ കൗതുകം തീർന്നപ്പോ അവൻ മുങ്ങിയതാണെങ്കിലോ? എന്താ, എനിക്കങ്ങനെ തോന്നുന്നില്ല. ആ ശരി, ഇനി അഥവാ അവൻ നാട് വിട്ടു പോയതാണെങ്കിൽ അത് ഉപകാരമായില്ലേ? അവന്റെ ശല്യം ഇതോടെ തീർന്നു കിട്ടിയില്ലേ? അവിടെയാണ് പ്രശ്നം. എന്നാ പ്രശ്നമാ? അവൻ ചത്തിട്ടില്ലെങ്കിൽ അകത്തുള്ള അവനേക്കാൾ അപകടം പുറത്തുള്ളവനാ. എനിക്കൊന്നോട് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ എല്ലാ ആക്കൂത്തുകളും മനസ്സിലാക്കിയിട്ടല്ലയോ അവൻ പുറത്തു പോയിരിക്കുന്നേ? അതുകൊണ്ട് നമ്മളെ ഒറ്റ കൊടുക്കാൻ അവന് എളുപ്പമല്ലയോ? നമ്മളെ അവൻ എന്നാ എടുത്തിട്ട് ഒറ്റ കൊടുക്കാനാന്ന്? നമ്മളെന്നാ ഇവിടെ വല്ല ബോംബ് വല്ല കൊണ്ട് കുടിച്ചു വെച്ചിട്ടുണ്ടോ? ഉണ്ട്. പെണ്ണോളം വലിയൊരു ബോംബ് ഭൂമിയിൽ വേറെ ആരാടാ ഉള്ളത്? അതിന് ആ ബോംബ് ഇവിടെ കൊണ്ടുവന്ന് നമ്മളെ ഏൽപ്പിച്ചത് അവൻ തന്നെയാണോ? അതൊക്കെ ഇനി നമ്മൾ തെളിയിക്കാൻ നടക്കണ്ടേ? ആവശ്യം വന്നാൽ തെളിയിക്കാതിരിക്കാൻ പറ്റുമോ? എന്തായാലും ഞാൻ ആ പെങ്കൊച്ചിൽ നിന്ന് കണ്ടിട്ട് വരാം. എന്നാത്തിന്? ഒന്ന് ആശ്വസിപ്പിക്കാൻ. അവൾക്ക് ആവശ്യത്തിനുള്ള ആശ്വാസം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി താൻ വെറുതെ അത് കുളവാക്കാൻ നിൽക്കണ്ട. എന്നാ കുളം? എന്നതായാലും നാളെ അവൾ എനിക്ക് സ്വന്തമാകേണ്ട പെണ്ണല്ലയോ? ആയിട്ടില്ലല്ലോ. ആകുമല്ലോ. ഈ കാര്യത്തിൽ ഉടക്കുവശം പറയരുത്. അവളുടെ ഹൃദയത്തിൽ എനിക്ക് ചേക്കേറാനുള്ള ഗോൾഡൻ വിസയാണിത്. അച്ചായനടത് കീറിക്കളയരുത്. ഇല്ല, ഞാൻ കീറിക്കളയുന്നില്ല. പക്ഷെ ഒറ്റ കണ്ടീഷൻ, അവിടെ ചെന്ന് ആവശ്യമില്ലാത്തൊന്നും സംസാരിക്കരുത്. ആവശ്യമുള്ളത് പോലും ഞാൻ സംസാരിക്കില്ല. എന്താ അത് പോരായോ? എനിക്ക് അവളെ ചുമ്മാ ഒന്ന് കണ്ടാൽ മാത്രം മതി അച്ചായ. ചെല്ല്. അനുഗ്രഹിക്കണം ഗുരുവേ. നന്നായി. ഒനച്ച, അവൻ തിരിച്ചു പോകുന്നവരെ അവന്റെ മേലൊരു കണ്ണുണ്ടാവണം. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല. ഇരുന്നോ. അവിടെ തന്നെ ഇരുന്നോ. എനിക്കറിയാം ഈ മനസ്സിന്റെ നൊമ്പരങ്ങള്. എന്നാലും ആദിത്യൻ ഇങ്ങനെ ചെയ്യുമെന്ന് മോള് വിഷമിക്കണ്ട കേട്ടോ. അവൻ ഈ ഭൂമിയിൽ എവിടെ ഉണ്ടെങ്കിലും ഞാൻ അവനെ കൊണ്ടുവരും. ജീവനോടെ തിരികെ കൊണ്ടുവരും. എന്നിട്ട് മോളുടെ മുൻനിർത്തി ചോദിക്കും, എന്തിനാടാ ഈ പാവം കുട്ടിയോട് ഇങ്ങനെ ചെയ്തതെന്ന്. അതിന് ആദ്യം എന്നെ ചതിച്ചെന്ന് അങ്കിളിനോട് ആരാ പറഞ്ഞ? ഇതൊക്കെ പ്രത്യേകിച്ച് ആരെങ്കിലും പറഞ്ഞു തരണോ മോളെ? പറയണം, ഞാൻ പറയണം. കാരണം ചതിക്കപ്പെട്ടത് ഞാനല്ലേ. അല്ല, ഒരു കണക്കിനത് നേരെ. ശരി, എങ്കിൽ പിന്നെ പൂജ മോള് പറ. ആദ്യത്തിന് എന്നാ സംഭവിച്ചേ? അതറിയാവുന്നത് നിങ്ങൾക്കൊക്കെ അല്ലേ. മോളെ, ഈ പറഞ്ഞൊരു ചെറിയ തിരുത്തുണ്ട്. നമ്പിടിയങ്ങളിലൊന്നും അറിഞ്ഞൂടാ. പാവ, നല്ല മനുഷ്യനാ. ഈ കാണുന്ന രൂപമൊക്കെ ഉള്ളു വെറും പൊള്ളയാന്നേ. സങ്കടം വന്നാൽ പൊട്ടിക്കരയുകയും സന്തോഷം വന്നാൽ പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യൻ. മോളുടെ ഈ അവസ്ഥ കാണുമ്പോ സത്യമായിട്ട് എനിക്ക് സഹിക്കാൻ മേൽ. പിന്നെ അവൻ ചതിച്ചതാണെങ്കിലും അവനെ ആരെങ്കിലും ചതിച്ചതാണെങ്കിലും അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് ഈ നമ്പിടിയെങ്കിലും തെളിയിക്കും. പിന്നെ ഒരു കാര്യം എനിക്ക് മോളോട് പറയാനുള്ളത്,
മോളെ, കാലം വല്ലാത്തതാ. മോൾ അങ്ങനെ ആരെയും കണ്ണടച്ചും വിശ്വസിച്ച് കളയല്ലേ. ആരാ എപ്പോഴാ കൂടെ നിന്ന് പാലം വലിക്കുന്നൊന്നും പറയാൻ പറ്റിയല്ല. മോളോട് എനിക്കുള്ള പ്രത്യേക താല്പര്യം കൊണ്ട് മാത്രം ഞാനൊരു സത്യം തുറന്നു പറയാം. അത് വേറൊന്നുമല്ല, മോളുടെ ഭാഗ്യം കൊണ്ടാ ഈ വെറോണിക്ക ബംഗ്ലാവിൽ വന്ന് പെട്ടത്. ഏതോ മുൻജന്മ സുഹൃതം കൊണ്ടാ ലൂയിസ് അങ്കിളിനെ പോലൊരാളെ പരിചയപ്പെടാൻ സാധിച്ചത്. ഇവിടെ കുട്ടിക്ക് ഒരിക്കലും ഒന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. സ്വന്തം മകളെ പോലെ, സ്വന്തം സഹോദരിയെ പോലെ ലൂയിസ് അങ്കിള് മോളെ നോക്കിക്കോളൂ. അക്കാര്യത്തിൽ ദേ ഈ നമ്പടിയങ്ങളും 100% ഗ്യാരണ്ടി തരാൻ പറ്റും. അല്ല, ഇതാര്? ഓനച്ചനോ? ഇതന്നെ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ. വന്നേ പറയട്ടെ, വന്നേ പറയട്ടെ. ഞാനേ ഈ കൊച്ചിനൊന്ന് ആശ്വസിപ്പിക്കുമായിരുന്നു. പാവം, ഇങ്ങനൊരു കണ്ടീഷനിൽ നമ്മളല്ലാതെ വേറെ ആരായി കുട്ടിക്കുള്ളത്? മോളൊരു കാര്യം ചെയ്യും, ഇതാ അവനൊന്ന് വിളിച്ചു നോക്ക്. എടുക്കുമെന്നറിയാലോ. വിളിയൊക്കെ കഴിഞ്ഞതാ, ഫോൺ ഓഫാ. അതപ്പോഴല്ലേ, ഇപ്പൊ ഓണായിട്ടുണ്ടെങ്കിലോ. മോളൊന്ന് വിളിച്ചു നോക്ക്. Trying to reach is currently switched off. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ്. അപ്പൊ ഞാൻ ഊഹിച്ചത് തന്നെ. എന്താ? ഒന്നുമില്ല. മോള് ധൈര്യമായിട്ടിരിക്കേ. അവൻ എവിടെ ഉണ്ടെങ്കിലും ഈ നമ്പടിയങ്ങൾ കൊണ്ടുവരും. പോട്ടെ. പന്നക്കിളവന് കെട്ടിയെടുക്കാൻ കണ്ട നേരം. ലൂയിസ് മുതലാളി നാട് മുഴുവൻ അന്വേഷിക്കാൻ രഹസ്യമായിട്ട് എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. കുട്ടി ധൈര്യമായിട്ടിരിക്കേ.